പാലക്കാട് മൃഗാശുപത്രിക്ക് സമീപം ഒഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. സച്ചിൻ വെള്ളിക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സച്ചിൻ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്? രുചിഷ, അല്പസമയം മുൻപാണ് പാലക്കാട് മൃഗാശുപത്രി, താരേക്കാട് മൃഗാശുപത്രിക്ക് സമീപം തീപിടിച്ചത്. അതായത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകളും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളെല്ലാം ഇട്ടിരുന്ന ഒഴിഞ്ഞ ഒരു പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ പാലക്കാട് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും തീ ഇപ്പോൾ, അതായത് പുല്ലുകളും അതേപോലെ തന്നെ മാലിന്യങ്ങളെല്ലാം തന്നെ അടിഞ്ഞു കിടക്കുന്ന കൊണ്ടിരുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ കൗൺസിലർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഈ സ്ഥാപനം, ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്. പാലക്കാട് നഗരത്തിനകത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ കൊണ്ടിടുന്നത്, സ്ഥിരമായി കൊണ്ടിടുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് പ്ലാസ്റ്റിക് എല്ലാം കത്തിയിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ട്രേകളെല്ലാം കത്തിയിട്ടുണ്ട്. ഇവിടെ മെയിൻ ജനങ്ങൾ പരാതി തീർച്ചയായും പാലക്കാട് നഗരത്തിനകത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നെരുകുത്തി പ്രദേശം. ആ നെരുകുത്തി പ്രദേശത്ത് 300ഓളം വീടുകളാണ് ഇതുമായി തൊട്ടടുത്ത് കിടക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റുമുണ്ട്. വളരെയധികം ജനങ്ങൾ, 1000ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നെരുകുത്തി. ആ പ്രദേശത്താണ് അല്ലല്ല, അത് പറയാൻ കഴിയില്ല. ഇത് പരിശോധിക്കാൻ വേണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ജനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. പാലക്കാട് നഗരത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മോയിൻസ് ഗേൾസ് ഹൈസ്കൂൾ അടക്കം ഇതിൻ്റെ പരിസരത്താണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഈ പരിസരത്ത് കൂടി പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് അത് തീർച്ചയായും ഉണ്ടാവും. അത്രത്തോളം മാലിന്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പ്ലാസ്റ്റിക് ട്രേകൾ മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അപകടം സാധ്യതയും ഉണ്ടാവും തീർച്ചയായും.